വർഷം പഴക്കമുള്ള മീറ്റർ ഗേജ് പാതയിലൂടെ അവസാനത്തെ കൊച്ചു തീവണ്ടിയും ചരിത്രത്തിലേക്ക് ചൂളം വിളിച്ച് മറിഞ്ഞുപോയി. എത്രയോ പേരുടെ യാത്രാനുഭവങ്ങളും ജീവിത കാഴ്ചകളുമായിരിക്കും ഇതിലൂടെ ചരിത്രമായിട്ടുണ്ടാവുക. എന്തായാലും പ്രാദേശിക ചരിത്ര രചനയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന റഹ്മ ബീവി മെമ്മോറിയൽ UP സ്കൂൾ കാര്യറയിലെ കുട്ടികൾ ഇതിനെക്കുറിച്ച് ഒരു ചരിത്ര രചന പൂർത്തിയാക്കിയിട്ടുണ്ടാകും. നമുക്ക് സ്വാഗതം ചെയ്യാം പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ RBM UPS കാര്യറെ ഈ വേദിയിലേക്ക്. കാര്യറ സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളിലേക്ക്. ഇത് ഞങ്ങളുടെ സ്കൂൾ കാര്യറ RBM UPS. ഇത് വിളക്കുടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. മാം, കാര്യറ സ്കൂൾ ഇന്ന് ജൂറി പാനലിന് മുൻപായിട്ട് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ ഏറ്റവും പ്രധാനമായി എംഫസൈസ് ചെയ്തിരിക്കുന്ന അക്കാദമിക മികവിനാണ്. അതുപോലെ തന്നെ പാഠാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി സസ്യത്തോട്ടം, ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമൂഹ കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്തതായി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങളവിടെ കൗൺസിലിംഗ് ഉണ്ട് അല്ലേ? കൗൺസിലിംഗ് ഉണ്ട്. നിങ്ങൾ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അടുത്ത കാലത്ത് പരിഹരിച്ച പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ എല്ലാം പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ കുട്ടികളുടെ? കൊച്ചുകുട്ടികളല്ലേ സാർ, അവർക്ക് വളരെ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഈ ഒരു പഠനത്തിലൊരു അവർഷനുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ കേസ് സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെയാ അന്വേഷിച്ചതിന് ശേഷം എനിക്ക് കൗതുകം തോന്നിയത് ഈ മറ്റു കുട്ടികളുള്ള അസൂയയും നിങ്ങൾ ചികിത്സിച്ച് മാറ്റി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അസൂയ കഴിഞ്ഞാൽ പിന്നെ മറ്റേ രോഗം ഉണ്ടല്ലോ. ഞാനും അക്ബർ മാഷൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അത് ഈ വലിയവരുടെ ജലസി എന്തായാലും കുട്ടികൾക്ക് വരില്ല. കുട്ടികൾക്ക് ഇപ്പം തൊട്ടടുത്തിരിക്കുന്ന ഒരാളിനോട് ഏതെങ്കിലും ഒരു നല്ല മാർഗം എന്ത് ചെയ്യും? നിങ്ങൾ എങ്ങനെയാ മാറ്റുന്നത്? അത് നമ്മൾ അവരെ വിളിച്ചിട്ട് അവരോട് അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എന്താ കാണിക്കുന്നത്, ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്താണ് അതിന്റെ കാര്യം അപ്പോൾ അവർ പറയും. അത് അവൻ അങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണെങ്കിൽ അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ പേഴ്സണോട് അത്രയും ദേഷ്യം വരാനുള്ള കാരണം എന്താണ്, അത് അവരോട് ചോദിക്കും. അപ്പോൾ അത് എന്താ മോനെ നിനക്ക് അങ്ങനെ എന്താ ഇന്ന കുട്ടിയോട് എന്താ പിന്നെ ഇങ്ങനത്തെ പ്രത്യേകിച്ചൊരു പ്രശ്നം, അത് അവൻ എന്നെ കാണുമ്പോഴൊക്കെ കുറ്റപ്പേര് വിളിക്കും, അവൻ എൻ്റെ ഇങ്ങനെ പറയും. എനിക്ക് വേറൊരു നിർദ്ദേശമുണ്ട്. ഈ ഓരോ കുട്ടിക്കും എന്തെങ്കിലും ഒരു കഴിവ് കാണും, ഉണ്ടാവും. ആ കഴിവ് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുള്ള അസൂയ കുറയും. അവനവന്റെ കഴിവ് അംഗീകരിക്കപ്പെടാതെ പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ അസൂയ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുക. ഞങ്ങളുടെ ഇവിടെ സാറ് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ കുറവായതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്, സാധിക്കും. നിങ്ങൾ ഓരോ കുട്ടിയോടും അവരുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുടെ എല്ലാം ഏറ്റവും നല്ല പോയിന്റ്സ് എഴുതാൻ പറയാം, മറ്റവരിലെ നല്ല പോയിന്റ് അങ്ങനെ നോക്ക്. അപ്പോൾ കുട്ടികളുടെ നല്ല കാര്യങ്ങൾ അത് വളരെ സാധ്യതയുള്ള സംഗതിയാണ്. സയൻസിന്റെ നിങ്ങളുടെ ഒരു കളിപ്പാട്ടം ആണെങ്കിലും അതിൽ വലിയൊരു തത്വമുണ്ട്. ഈ ഡിസ്ക് ഇങ്ങനെ കറങ്ങി കയറുക ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥാനികോർജവും ഗതികോർജവും അല്ലേ? നമ്മളുടെ ആരാണ്? അൽഹാദ് അതിങ്ങനെ നിങ്ങൾ കറക്കി വിടുന്നു, മുകളിലേക്ക് കയറുന്നു, താഴെ വരുന്നു, പിന്നെയും. അപ്പോൾ സ്ഥാനികോർജം ഗതികോർജം ആകുന്നു, ഗതികോർജം പിന്നെ സ്ഥാനികോർജം ആകുന്നു, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് താനെ നിൽക്കും. അപ്പോൾ ഊർജ്ജം എവിടെ പോവും? ഊർജ്ജം നിലയ്ക്കും. എന്തോ? ഊർജ്ജം നിലയ്ക്കും. ഊർജ്ജം അങ്ങനെ നിലയ്ക്കൂല എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? ഊർജ്ജം കറങ്ങി തിരിച്ചു പോയി അതാണ് കുറേ വട്ടം. അതെ, സ്ഥാനികോർജം മുഴുവനും ഗതികോർജമായിട്ട് മാറും. ഗതികോർജം പിന്നെ വീണ്ടും സ്ഥാനികോർജമാവും.
പിന്നെ കുറേ കഴിയുമ്പോൾ ഊർജ്ജം എവിടെ പോവും? തുടർന്നുകൊണ്ടേയിരിക്കില്ലല്ലോ. കുറേ കഴിയുമ്പോൾ നിരക്കും സത്യം വന്നു. അതാണ് സത്യം. അപ്പോൾ ആ ഊർജ്ജം എവിടെ പോകുന്നു എന്ന് കണ്ടുപിടിക്കണം കേട്ടോ. തിരിച്ചു പോയിട്ട് നിങ്ങളൊക്കെ ഊർജ്ജ സംരക്ഷണ സേനയല്ലേ, ഈ ഊർജ്ജം എവിടെ പോയി എന്ന് കണ്ടുപിടിക്കണം. എവിടുന്നായിരുന്നു ഉച്ചയ്ക്ക് ചോറുണ്ടത്? ഇവിടുന്നാണോ? പോഷക സമർത്ഥമായിരുന്നോ? നിങ്ങളുടെ സ്കൂളിൽ അത്രയും പോഷക സമർത്ഥമായിരുന്നോ? അല്ല. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഇതിലും പോഷക സമർത്ഥമായിരുന്നു. എന്താണ് അപ്പോൾ ഈ പോഷക സമർത്ഥം എന്ന് പറഞ്ഞാൽ? കുറച്ചുകൂടെ ഉറക്കെ പറയൂ. നല്ല പോഷക സമൃദ്ധമായ. എന്താണ് ഈ പോഷക സമർത്ഥം എന്ന് പറഞ്ഞാൽ? നല്ല കറികൾ. നല്ല കറികള. രുചിയാണോ ഉദ്ദേശിച്ചത്? ഗുണകരമായ ഗുണം. എന്ത് ഗുണമാണ്? രുചി. നല്ല രുചി ഉണ്ടെങ്കിൽ പോഷക സമർത്ഥമാണോ അത്? ഫാത്തിമ പറയാം. പോഷകാഹാരങ്ങൾ ചെല്ലത്തക്ക വിധമുള്ള പയറ്, മറ്റ് അന്യസംസ്ഥാനത്തെ ആശ്രയിക്കാത്ത തരം പച്ചക്കറികൾ എല്ലാം ഉപയോഗിച്ചാണ് ഉച്ചഭക്ഷണം റെഡിയാക്കുന്നത്. ഇപ്പോൾ 4 ഞാൻ ചോദിച്ചൊന്നുമല്ല. പോഷകാഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. കുറച്ചു നേരം ടീച്ചർ പറഞ്ഞു തന്നില്ലേ? അതുപോലെ ഇനി തിരിച്ചു പോകുമ്പോൾ മുഴുവനും ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. പോഷകാഹാരം എന്താണെന്ന് 7ാം ക്ലാസ്സിലുള്ള എല്ലാവരും അറിയണം. നിങ്ങളുടെ സ്കൂളിൽ വലുതായിട്ട് എഴുതിയിരുന്നു പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് നിങ്ങൾക്ക് തന്നത്. അതിലെന്താ ഇത്ര സമൃദ്ധം നിങ്ങൾ പോയിട്ട് അറിയണം. പോഷകം എന്നുള്ള വാക്ക് എന്താണെന്ന് അറിയണം. പോഷക സമൃദ്ധം എന്ന് പറഞ്ഞാലും അറിയണം. പ്ലാസ്റ്റിക് പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ നീരജ? ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾ മുട്ടായികൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂട്ടി പരിസരം മൊത്തം വൃത്തിയിടാക്കുന്നു. അതുകൊണ്ട് ടീച്ചർമാരും കുട്ടികളും കൂടി ഉണ്ടാക്കിയൊരു പ്രവർത്തനമാണ് പ്ലാസ്റ്റിക് പോലീസ് സേന. എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഓവർകോട്ടുണ്ട്. അത് ഇട്ട് ഞങ്ങൾ രാവിലെ ഇൻ്റർവെൽ സമയത്തൊക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുപാടുള്ളതും പുറത്തെ എല്ലാം വൃത്തിയാക്കും. ഈ പ്ലാസ്റ്റിക് പോലീസോ? അതെന്താ ടീച്ചറെ പ്ലാസ്റ്റിക് പോലീസ് എന്ന് പേരിട്ടിരിക്കുന്നത്? നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയല്ലേ അത്? അതാണ്. പക്ഷെ ഇതില് ആന്റി വിട്ടുപോയിട്ടുണ്ട്. ശരി. മിഠായിയിൽ ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി നിശ്ചയം. ആരാത് എഴുതിയത്? ഒരു ചെറിയ മനുഷ്യനാണ്, പക്ഷെ വലിയ ആളാണ്. നിങ്ങളുടെ പോലുള്ളൊരു കുഞ്ഞ്. എനിക്ക് പൊക്കം കുറവാണ് എന്നെ പൊക്കാതിരിക്കുവിൻ, എനിക്ക് വണ്ണം കുറവാണ് എന്നെ താങ്ങാതിരിക്കുവിൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള കവിയ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം. കുമാരനാശാൻ. പറഞ്ഞോളൂ. കുഞ്ഞുണ്ണി മാഷാണ്. യെസ്, കുഞ്ഞുണ്ണി മാഷാണ്. ടീച്ചറിനോടാണ് ചോദ്യം. ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾ എന്നുള്ളത് തന്നെ ഒരുപക്ഷെ പ്രവർത്തനം എളുപ്പമാക്കാൻ സഹായിക്കും. പക്ഷെ അതേസമയം തന്നെ ഒരു കൃത്യമായ വിമർശനം കിട്ടുന്നതിൽ അത് തടസ്സമാവില്ലേ? കാരണം സ്കൂളിലുള്ള പോരായ്മകൾ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽ പെടുത്തണല്ലോ. പക്ഷേ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ രക്ഷകർത്താക്കൾ പറഞ്ഞറിയിക്കാൻ ഈ ടീച്ചറിനോടുള്ള ബഹുമാനം, ആദരവൊക്കെ തടസ്സമാകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ടോ? 100% രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളല്ല. പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്. പക്ഷേ ഇതുവരെ അങ്ങനൊരു ഡീമെറിറ്റ് പറയത്തക്ക രീതിയിൽ, കാരണം ഡീമെറിറ്റ് ഉണ്ടായാൽ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഞങ്ങളുടെ നിലനിൽപ്പാണല്ലോ. കുട്ടികൾ വന്നിരുന്നു തന്നെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അധ്യാപക വൃത്തി ജീവിതവൃത്തിയായി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ കുട്ടികളാണ് ഞങ്ങളുടെ അസംസ്കൃത വസ്തുക്കളെന്നുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അത് എൻ്റെ അധ്യാപകർക്കെല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്കാണ് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് വരുന്നത്. എല്ലാ സ്കൂളിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സ്കൂളിൽ 9 മണിക്ക് അധ്യാപകർ വരും, 4:30 മണിക്ക് ശേഷമാണ് അധ്യാപകർ പോകുന്നത്. അത് ഈ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നതല്ല, ഞങ്ങൾ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം. ഫാത്തിമ, സിനിമ ഇഷ്ടമാണോ? സിനിമ സ്കൂളിൽ സിനിമ കാണിക്കാറുണ്ടോ? സിനിമ കാണിക്കാറില്ല, പക്ഷേ ഞങ്ങൾ ടെലിവിഷൻ കാണും. സ്കൂളിലെ ടെലിവിഷൻ അല്ല, ഞാൻ ചോദിച്ചത് ഏതെങ്കിലും സിനിമാ പ്രദർശനം, ചലച്ചിത്ര പ്രദർശനം എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കാറുണ്ടോ?
ഈ CD ഒക്കെ ഇട്ടിട്ട് ലഹരി വിരുദ്ധ ഇപ്പം ഏറ്റവും അതല്ല, അതൊരു ഡോക്യുമെൻ്ററി ആയിരിക്കും. ഈ അടുത്ത ദിവസങ്ങളിലെങ്ങാനും കാണിച്ചിട്ടുണ്ടോ? വിക്ടറി ചാനലില് റിയാലിറ്റി ഷോ ഞങ്ങൾ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ സിനിമ കാണിച്ചിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. സിനിമ കാണിച്ചിട്ടുണ്ട്. ഏത് സിനിമയാണ് കണ്ടത്? ഒരു പഴയ ചെമ്മീൻ എന്ന് പറയുന്ന ഒരു ഫിലിം കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ. ഒരു ഭൂപടം എന്താ പറഞ്ഞ് ഭൂപട നിർമ്മാണം അല്ലേ, റിസോഴ്സ് മാപ്പിംഗ് എന്നാണോ അതിന് പറയുന്നത് ഞങ്ങൾ? വിഭവ ഭൂപടം അത് ചെയ്തിരുന്നോ? അത് അധ്യാപകരും വിദ്യാർത്ഥികളും കൂടിയിട്ടാണോ? ആരൊക്കെ അതിൽ പങ്കുകൊണ്ടു? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിഭവഭൂപടം പിന്നെ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? അവിടെ സ്വർണ്ണം ഉണ്ടെന്നോ വെള്ളി ഉണ്ടെന്നോ? അല്ല, അങ്ങനെയുള്ള ഏത് രീതിയിലുള്ളായിരുന്നു? ജലത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെല്ലാം വിഭവങ്ങൾ, കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ഏത് രീതിയിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പഠനമാണ് നടത്തിയത്? വിളക്കുടി പഞ്ചായത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പോൾ അവിടെ ഏതെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, ഏതെല്ലാം പിന്നെ ഹോസ്പിറ്റലിൽ എത്ര പേരുണ്ട്, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അവിടുത്തെ പഞ്ചായത്ത് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടെ അവരുടെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണത്. അതെ, പിന്നെ കൃഷി അവരുടെ ചേർത്തിട്ടാണ് ആ പ്രാദേശിക ചരിത്രവും കൂടി വരുന്നത്. അതെ, വരുന്നത്. അവിടെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വീട് ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അത് ഏറ്റവും പ്രായം ചെന്ന ഒരു അലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആള്. അദ്ദേഹത്തിന് 84 വയസ്സാണ് പ്രായം. ആരെങ്കിലും പോയി കാണുക? അല്ല, അദ്ദേഹത്തെ ഞങ്ങൾ പിന്നെ ഒക്ടോബർ 1 ആദരിച്ചു, സ്കൂളിൽ കൊണ്ടുവന്ന് ആദരിച്ചു. അടുത്തതായി കാര്യറ സ്കൂളിന്റെ ഗ്രേഡ്സ് ചോദിച്ചറിയാം. കാര്യറ സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന മാർക്ക് 73.4 ഔട്ട് ഓഫ് 100.